നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ റൗണ്ട് കുഷ്യൻ്റെ കവറുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കുഷ്യനാണ് ഉണ്ടാക്കുന്നത്. കുഷ്യന് വേണ്ട തുണി നമ്മൾ 4 മടക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മടക്കി വെച്ച തുണിയുടെ ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ രീതിക്ക് തന്നെ തുണിയുടെ ഉൾഭാഗത്തും നമ്മൾ 8 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി തുണിയുടെ ഉള്ളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ട്. ഇനി ഇതാ കട്ട് ചെയ്ത തുണി നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. നമുക്കിവിടെ റൗണ്ട് ഷേപ്പിലുള്ള 2 പീസ് തുണിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് 3 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത രീതിക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിവർത്തി കൊടുക്കാം. നമുക്കിതാ നീളത്തിലുള്ള 2 പീസ് തുണികളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ജോയിൻ്റ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തേന്ന് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തേന്ന് ആ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനി റൗണ്ട് പീസിൻ്റെ അരികിലൂടെ ആയിട്ട് ഈ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണി അരികിലൂടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ. ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ 2 അറ്റങ്ങളും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗത ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് റൗണ്ടിൽ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 തുണിയുടെ അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു ഭാഗം ഓപ്പൺ ആയിട്ടും വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഞാൻ പ്രോഡക്റ്റ് ലിങ്കായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത കവറ് ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗത്തൂടെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് അത്യാവശ്യം കോട്ടൺ നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഭാഗത തുന്നി റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ റൗണ്ട് കുഷ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ട കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ കോട്ടൺ തുണിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി നമ്മളിവിടെ 2 മടക്കായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 63 ഇഞ്ചിലുമാണ്. ഇനി മെയിനായിട്ടുള്ള ഈ തുണി നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചിലാണ് കേട്ടോ. ഈ ഒരു തുണിയിൽ നമ്മളിതാ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക് എടുക്കുക. അതെടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം നമ്മളിതാ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ ഒരറ്റത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിനനുസരിച്ചിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അരികിലൂടെ ആയിട്ട്. അപ്പോൾ റൗണ്ട് പീസിൻ്റെ അരികിലൂടെ ആയിട്ട് മെയിൻ ഫാബ്രിക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഇതാ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ രണ്ടറ്റങ്ങളും ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ നല്ല വശത ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ അടുത്തൊരറ്റം ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കാം, 1 ഇഞ്ചോളം വീതിയിൽ. എന്നിട്ട് അരികിലൂടെ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊരു ചരട് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചരട് എടുത്തിട്ട് ആ ഒരു ഹോളുള്ള ഭാഗത്തൂടെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചരടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കവർ ഇതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച കുഷ്യൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം കവർ ഇതാ ഇതുപോലെ മുകളിലേക്ക് പൊന്തിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചരട് ഈ ഒരു രീതിക്ക് 2 സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ വലിക്കുക. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്ത് എത്തുന്ന സമയത്ത് ആ ഒരു ചരട് 2 സൈഡിൽ നിന്നായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ ഒരു ചരട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഷ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് സെൻറ്ററിൽ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് സൂചി നൂല് വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മളിതാ റൗണ്ട് ഷേപ്പിലുള്ള വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമ്മളിതാ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ട് അരികിലൂടെ ആയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് കോട്ടൺ വെച്ച് കൊടുക്കാം. കോട്ടൺ വെച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു നൂല് ടൈറ്റായിട്ട് വലിക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും കേട്ടോ, നമുക്കൊരു ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം സൂചി നൂലും വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതാ ഇങ്ങനെയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഒരു കുഷ്യൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഒരു ഹോള് പോലെ നിൽക്കുന്ന ഭാഗം അവിടേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അരികിലൂടെ നമുക്ക് സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കുഷ്യൻ്റെ ബാക്ക് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഷ്യൻ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.